ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ വരുന്ന വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 1995 റിലീസ് ചെയ്ത ഒരു ചൂടൻ ചിത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ചിത്രത്തിന്റെ പേര് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിന്റെ സംവിധായകൻ തന്നെയാണ് നായകനായും പ്രത്യക്ഷപ്പെടുന്നത്. സംവിധായകനായ അയാൾക്ക് തന്റെ ഓഫീസിലേക്ക് നിരവധി കത്തുകൾ വരുന്നു. അതിലെല്ലാം അദ്ദേഹത്തിന്റെ പുതിയ ചിത്രത്തിൽ നായികയായി അഭിനയിക്കാൻ ആഗ്രഹം അറിയിച്ചുകൊണ്ട് നിരവധി സുന്ദരികൾ അയച്ച കത്തുകളായിരുന്നു അത്. കൂടാതെ കുത്തുപടം പിടിക്കുന്ന സംവിധായകൻ ആയതിനാൽ ലെറ്റേഴ്സിൽ വന്നതെല്ലാം നല്ല കിടിലൻ സ്റ്റോറികളും ഉൾപ്പെടെയായിരുന്നു. അങ്ങനെ കത്തുകളിൽ വരുന്ന ഓരോ സ്റ്റോറിയെക്കുറിച്ചാണ് ചിത്രം പറയുന്നത്. സിനിമയിൽ ചൂടൻ സീനുകൾ നിരവധി ഉള്ളതിനാൽ 18 വയസ്സിന് മുകളിലുള്ളവർ മാത്രം ചിത്രം കാണൂ എന്ന് പ്രത്യേകം പറയുന്നു. ചിത്രം ആരംഭിക്കുമ്പോൾ തന്റെ ഓഫീസിലേക്ക് വന്ന ഓരോ കത്തുകളും ഡയറക്ടർ പൊട്ടിച്ചു വായിക്കുകയാണ്. കൂടെ അയാളുടെ സെക്രട്ടറിയായ ചേച്ചിയും ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ കത്തിൽ വന്നത് ഒരു ബീച്ചിൽ നടക്കുന്ന കളിയും അത് 2 കപ്പിൾസിന്റെ പ്രണയവുമൊക്കെ ആയിരുന്നു. തുടർന്ന് രണ്ടാമത്തെ കത്തിലുണ്ടായിരുന്ന സ്റ്റോറി 2 ദമ്പതികളുടേതായിരുന്നു. തന്റെ ഭർത്താവ് അറിയാതെ പണം സമ്പാദിക്കണം എന്ന മോഹവുമായി ഒരു വെടിശാലയിലേക്ക് ജോലിക്ക് പോയ ഭാര്യ. ഒരു ദിവസം അവളുടെ ഭർത്താവ് അവിടേക്ക് പണി ചെയ്യാൻ വരികയും അയാൾ തന്റെ സ്വന്തം ഭാര്യയെ തന്നെ അവിടെ വെച്ച് യാദൃച്ഛികമായി കണ്ടുമുട്ടുകയും പക്ഷെ അയാൾക്ക് അവളുടെ രൂപമാറ്റം കാരണം അവളെ മനസ്സിലാകുന്നില്ല. തുടർന്ന് അവൾക്കൊപ്പം പരിപാടി നടത്തി അയാൾ തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷെ അവൾ നന്നായി പേടിച്ചിരുന്നു. തുടർന്ന് വീട്ടിൽ പോയ ശേഷം ഭർത്താവ് തന്നെ തിരിച്ചറിഞ്ഞ് കാണുമോ എന്ന് അവൾ നന്നായി ടെൻഷൻ അടിക്കുന്നു. പക്ഷേ അവന് യാതൊരുവിധ സംശയവും ഇല്ല എന്ന് മനസ്സിലാക്കിയതോടെ അവൾ ഹാപ്പിയാവുകയും ആ തൊഴിൽ അവൾ തുടരുകയും ചെയ്തു. അങ്ങനെ ഈ കഥ അവസാനിച്ച ശേഷം സെക്രട്ടറിയുമായി ഡയറക്ടർ ഒരു ചെറിയ കലാപരിപാടി നടത്തുന്നു. തുടർന്ന് അടുത്ത സ്റ്റോറി അയാൾ വായിച്ചു തുടങ്ങി. അതിൽ പല രീതികളിലും പരിപാടി ചെയ്ത് മടുത്ത ഒരു ഭാര്യയും ഭർത്താവിനെയും കുറിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ആസ്വദിക്കാൻ പുതിയ വഴികൾ കണ്ടെത്തിയതിനെ കുറിച്ചും അതിന്റെ ചിത്രങ്ങൾ അവർ പകർത്തിയതുമെല്ലാം അവർ ഡയറക്ടറിന് അയച്ചു കൊടുക്കുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ അടുത്ത പടത്തിൽ അവരെ അഭിനയിക്കാനും അവർ അപേക്ഷിക്കുന്നു. അങ്ങനെ അടുത്ത കത്ത് വായിക്കാൻ സമയമായി. അതിൽ സുന്ദരിയായ ഒരു യുവതിയെ അവളുടെ ഭർത്താവ് അയാളുടെ ജോലി തിരക്ക് കാരണം അവോയ്ഡ് ചെയ്യുന്ന കഥയാണ്. അവൾ അയാളെ കൊണ്ട് മടുത്ത് ജീവിക്കാൻ തുടങ്ങി. തുടർന്ന് ഒരു നാൾ അവളെ ഒരു അപരിചിതൻ കോൾ ചെയ്യുന്നു. ഒരു പരിചയവും ഇല്ലാത്ത അയാൾ അവളോട് വളരെ ചൂട് പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും അവളെ മൂടാക്കുകയും ചെയ്യുന്നു. അതൊക്കെ കേട്ട് അവൾ കൈപ്പണിയും നടത്തുന്നു. ആ സമയം അവളുടെ ഹസ്ബൻഡ് വീട്ടിൽ വരികയും ഹീറോയിന്റെ പ്രവൃത്തി കണ്ട് അവർക്കിടയിൽ ഒരു കളി നടക്കുകയും ചെയ്യുന്നു. ആ സ്റ്റോറി അതോടെ അവസാനിക്കുന്നു. തുടർന്ന് അടുത്ത സ്റ്റോറിയിൽ ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും കഥയെക്കുറിച്ചാണ്. അവർക്കിടയിലെ പരിപാടികൾ നടക്കുമ്പോഴെല്ലാം ഭർത്താവ് അവളോട് ഒരു കാര്യം ചോദിക്കും, നിനക്ക് മറ്റു പുരുഷന്മാരുമായി ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന്. അത് പിന്നീട് അവർക്കിടയിലെ ഒരു ചർച്ചാ വിഷയം ആവുകയും ഒടുവിൽ ഭർത്താവിന്റെ ആഗ്രഹപ്രകാരം അവൾ മറ്റൊരാളുമായി ചെയ്യാനും ശ്രമിക്കുന്നു. പിന്നീട് ഭർത്താവ് മറ്റു പെണ്ണുങ്ങളുമായി ചെയ്യുകയും അവർ പരസ്പര അറിവോടെ അതൊരു പതിവാക്കി മാറ്റാനും അതിലൂടെ ആസ്വാദനം കണ്ടെത്തുകയും ചെയ്യുന്നു. അതോടെ ഈ സ്റ്റോറിയും അവസാനിച്ചു. അങ്ങനെ അടുത്ത സ്റ്റോറിയിൽ ചൂതാട്ടം ഇഷ്ടപ്പെടുന്ന ഒരു ഭർത്താവ് അയാളുടെ പണം മുഴുവൻ കളിച്ച് നഷ്ടപ്പെടുത്തുകയും ശേഷം സ്വത്ത് വെച്ച് കളിച്ച് തോൽക്കുകയും ഏറ്റവും ഒടുവിൽ തന്റെ ഭാര്യയെ തന്നെ പണയം വെച്ച് കളിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ കളിയും അയാൾ തോൽക്കുന്നു. ഒടുവിൽ ഇക്കാര്യം അയാൾ വീട്ടിൽ പോയി ഭാര്യയെ അറിയിക്കുന്നു. നീ 5 ദിവസത്തിനുള്ളിൽ അവർക്കൊപ്പം പോയില്ലെങ്കിൽ അവർ നമ്മളെ കൊല്ലുമെന്ന് പറഞ്ഞ അയാൾ ഭാര്യയെ മുമ്പിൽ നിന്ന് കരയാൻ തുടങ്ങി. പക്ഷെ എന്ത് വന്നാലും ഞാൻ പോകില്ല എന്ന് ഭാര്യ പറഞ്ഞു. എന്നാൽ കുറച്ചു ദിവസത്തിന് ശേഷം അവൾ പോകാൻ തയ്യാറാകുന്നു. തുടർന്ന് നന്നായി ഒരുങ്ങിയിറങ്ങിപ്പോയ അവൾ ഭർത്താവിന്റെ കടമെല്ലാം തീർത്ത് തിരിച്ച് വീട്ടിലെത്തുന്നു. അവൾ അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തിട്ടാണ് തിരിച്ച് വീട്ടിലെത്തിയത്. വിവരമറിഞ്ഞ ഭർത്താവും ഹാപ്പിയാകുന്നു. തുടർന്ന് അവർക്കിടയിൽ സന്തോഷം നിറയുകയും അവർ മതിമറന്ന് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഈ സ്റ്റോറിയും അവസാനിക്കുന്നു. തുടർന്ന് ഓഫീസിലേക്ക് ഓഡിഷന് വേണ്ടി 2 പേർ വരുന്നു. ആ പെണ്ണിനെ ഡയറക്ടറിന് വല്ലാതെ ഇഷ്ടപ്പെടുകയും അവളെ നോട്ട് ചെയ്ത് വയ്ക്കുകയും ചെയ്യുന്നു. അതിനുശേഷം തന്റെ സെക്രട്ടറിയോട് അവളുടെ ഉള്ളിലുള്ള എന്തെങ്കിലും സ്റ്റോറിയോ ഐഡിയയോ പറയാനായി ഡയറക്ടർ ആവശ്യപ്പെട്ടു. അങ്ങനെ ആ ചേച്ചി ഒരു കിടിലൻ കഥ പറഞ്ഞു. ആ കഥയിലെ നായിക അവൾ തന്നെയായിരുന്നു. എന്നാൽ നായകനായി അവൾ സങ്കല്പിച്ചത് ഡയറക്ടറിനെ തന്നെ ആയിരുന്നു. അവൾ ഒരു ഷൂ വാങ്ങാനായി ഒരു കടയിലേക്ക് വരികയും ഷൂ ഇടിപ്പിച്ചു തരാനായി കടക്കാരനായ ഡയറക്ടറിനോട് പറയുകയും അയാൾ അത് അവൾക്ക് കാലിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നു. അതിനിടയിൽ അവർക്കിടയിൽ നടക്കുന്ന ചൂടൻ കൈപ്പണികളാണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ സെക്രട്ടറി ചേച്ചി ഈ സ്റ്റോറി പറഞ്ഞ് തീരുന്നിടത്താണ് സിനിമയും അവിടെ അവസാനിക്കുന്നത്. പല പല സ്റ്റോറികൾ ഉൾപ്പെടുത്തിയ ഒരു ഫാന്റസി റിയാലിറ്റി എന്നൊക്കെ പറയാവുന്ന തരത്തിലാണ് ഈ ചിത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.